ട്രംപും നെതന്യാഹുവും അടിച്ചു പിരിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഇൻഫോർമേഷൻസ് ഇസ്രായേലിൽ നിന്നും യുഎസിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കത് പരിശോധിക്കാം. അതുപോലെ ഇസ്രായേൽ ഇറാനെ ഇനിയും അറ്റാക്ക് ചെയ്യുമെന്നുള്ള ചില ഇൻഫോർമേഷൻസ് ഇസ്രായേലിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് അതും കൂടി നോക്കേണ്ടതുണ്ട്. അതുപോലെ ഹെസ്ബുള്ളയെ പേടിച്ച് ഇസ്രായേൽ അവരുടെ വെഹിക്കിൾസ് ഒക്കെ മോഡേണൈസ് ചെയ്തിട്ടുണ്ട്, പുതിയ ടെക്നോളജി ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ആ ടെക്നോളജി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ വെച്ച് തരാം, പക്ഷെ കണ്ടിട്ട് ആരും ചിരിക്കാൻ പാടില്ല കേട്ടോ. നമുക്ക് അതും കൂടി കാണാം. അതുപോലെ ഹെസ്ബുള്ള ഇസ്രായേലിനെ അടിച്ച് ഒരു 12 ഇസ്രായേലി തീവ്രവാദികളൊക്കെ തീർന്നിട്ടുണ്ടെന്നുള്ള ഇൻഫോർമേഷൻസും പുറത്തു വരുന്നുണ്ട്. നമുക്ക് അതും കൂടി കൃത്യമായി അന്വേഷിക്കേണ്ടതുണ്ട്. അതുപോലെ നിക്കക്കള്ളിയില്ലാതെ നമ്മുടെ ട്രംപ് അണ്ണൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇറാൻ, ഇസ്രായേൽ, US ആ വാർ എന്ന് പറയുന്നത് സെൽഫ് ഡിഫൻസിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് നമ്മുടെ ട്രംപ് അണ്ണൻ പറഞ്ഞിട്ടുള്ളത്. അതിന്റെ കാര്യം നമുക്ക് വിശദമാക്കാം. ആദ്യം തന്നെ നെതന്യാഹുവിന്റെയും ട്രംപിന്റെയും റിലേഷൻഷിപ്പ് പ്രത്യേകിച്ചും സീസ് ഫയറിന് ശേഷം അത്ര സ്മൂത്ത് ആയിട്ടല്ല പോയിക്കൊണ്ടിരുന്നത്. കാരണം സീസ് ഫയറിന് ശേഷം ഇസ്രായേൽ നെതന്യാഹു പറഞ്ഞിട്ടുള്ളത് ഇനിയും ഇറാനെ അടിക്കണം, പല ഇൻഫ്രാസ്ട്രക്ചർ നേരെ അറ്റാക്ക് ചെയ്യണമെന്നായിരുന്നു ഇസ്രായേൽ നെതന്യാഹു പറഞ്ഞിട്ടുള്ളത്. എന്നാൽ US ട്രംപ് പറഞ്ഞിട്ടുള്ളത് ഒന്നും ചെയ്യില്ല, ശാന്തമായിരിക്കൂ എന്നാണ്. കാരണം അത്രയും പ്രഷർ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഉണ്ടായിട്ടുണ്ട്. അത് കോൺഗ്രസിൽ നിന്നാവട്ടെ, അതുപോലെ തന്നെ US സിറ്റിസൻസിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. ആ കാര്യം Iranian foreign minister പറഞ്ഞിട്ടുള്ളത് the Pentagon is lying. Netanyahu's gamble has directly cost American $100 billion so far. അതായത് നെതന്യാഹുവിന്റെ ഈ പ്രവൃത്തി കാരണം ഏകദേശം അമേരിക്കക്ക് ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം $100 ബില്യൺ ആണ് ഇതുവരെ. 4 times what is claimed. അതായത് പെന്റഗൺ പറയുന്നതിനേക്കാളും 4 മടങ്ങ് മുകളിലാണെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇൻഡയറക്ട് കോസ്റ്റ് ഫോർ US ടാക്സ് പേയേഴ്സ് ആർ ഫാർ ഹയർ. ഇൻഡയറക്ട് കോസ്റ്റ് ആണെങ്കിൽ യുഎസിന്റെ ടാക്സ് പേയേഴ്സിന്റെ ആണെങ്കിൽ ഇതിനേക്കാളും കൂടുതലാണെന്നാണ് പറഞ്ഞത്. മന്ത്ലി ബിൽ ഫോർ ഈച്ച് അമേരിക്കൻ അമേരിക്കൻ ഹൗസ് ഹോൾഡിൽ മന്ത്ലി ബില്ല് വരുന്നത് ഏകദേശം $500 ആണ്. ആൻഡ് റൈസ് ഫാസ്റ്റ്. ഇസ്രായേലി ഫസ്റ്റ് ഓൾവേസ് മീൻസ് അമേരിക്കൻ ലാസ്റ്റ്. അതായത് ഇസ്രായേലി ഫസ്റ്റ് എന്ന് പറയുന്നത് അമേരിക്കൻ ലാസ്റ്റ് ആണ്. അതായത് അമേരിക്കയ്ക്ക് വേണ്ടിയിട്ടല്ല ഇപ്പോൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇസ്രായേലിന് വേണ്ടിയിട്ടാണെന്നാണ് ഇറാനിയൻ ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞിട്ടുള്ളത്. അതായത് ഇത് തന്നെയാണ് റീസൺ. കാരണം അത്രയും കോസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു വാറിന് US കളഞ്ഞിട്ടുണ്ട്. ഡയറക്ട്ലി യാതൊരു പ്രശ്നവുമില്ലാതെ, പക്ഷേ അങ്ങോട്ട് പോയി ചൊറിഞ്ഞ് വാങ്ങിച്ചിട്ടുള്ള നഷ്ടത്തിന്റെ കണക്കാണ് നമ്മളിപ്പോൾ കേട്ടിട്ടുള്ളത്. എന്നാൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ട്രംപ് ഇപ്പോൾ ഉപയോഗിച്ചിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് യുഎസിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ് എന്ന സൈറ്റിൽ ഒരു കാര്യമുണ്ട്. ആസ് ദ US ഹാസ് എക്സ്പ്ലെയിൻ ഇൻ ദ മൾട്ടിപ്പിൾ ലെറ്റേഴ്സ് ടു ദി UN സെക്യൂരിറ്റി കൗൺസിൽ. UN സെക്യൂരിറ്റി കൗൺസിലിന്റെ മൾട്ടിപ്പിൾ ലെറ്റേഴ്സ് സെൻഡ് ചെയ്തിട്ടുണ്ട് US എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി. എന്താണെന്ന് വെച്ചാൽ US ഈസ് എൻഗേജ്ഡ് in this conflict at the request of and in the collective self-defense of Israeli ally as well as in the exercise of US own inherent right of self-defense എന്നാണ് പറഞ്ഞത്. അതായത് ഈ ഒരു കോൺഫ്ലിക്റ്റിൽ US പങ്കെടുക്കാനുള്ള കാരണം, എൻഗേജ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഒന്ന് റിക്വസ്റ്റ് ആണ്, അതുപോലെ കളക്റ്റീവ് സെൽഫ് ഡിഫൻസ് ഓഫ് ഇസ്രായേലി ആലി, ഇസ്രായേലിന്റെ ഒരു റിക്വസ്റ്റ് മൂലവും അവരുടെ കളക്റ്റീവ് സെൽഫ് ഡിഫൻസിന്റെ മൂലവും, അതുപോലെ തന്നെ യുഎസിന്റെ ഓൺ ആയിട്ടുള്ള സെൽഫ് ഡിഫൻസ് റൈറ്റ് എന്നാണ് പറഞ്ഞത്. അതായത് ഇതൊരു സെൽഫ് ഡിഫൻസിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു കോൺഫ്ലിക്റ്റിൽ US എൻഗേജ് ചെയ്യാനുള്ള കാരണം സെൽഫ് ഡിഫൻസ് ആണെന്നാണ് പറഞ്ഞത്. ഇതിന് അപ്പോൾ തന്നെ മറുപടി ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഇറാന്റെ മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സിന്റെ സ്പോക്ക് പേഴ്സൺ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, എങ്ങനെയാണ് സെൽഫ് ഡിഫൻസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അവർ ഇതിന് കൊടുത്തിട്ടുള്ള മറുപടി എന്ന് പറയുന്നത് എക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റാണ്. സെൽഫ് ഡിഫൻസ് അഗൈൻസ്റ്റ് വാട്ട്? എന്തിന് സെൽഫ് ഡിഫൻസ്? Was there any armed attack by Iran to justify self-defense? Self-defense justify ചെയ്യാൻ വേണ്ടി ഇറാൻ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആം അറ്റാക്ക് നടത്തിയിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡെഫിനറ്റ്ലി നോട്ട്, ചെയ്തിട്ടില്ല. സോ ദിസ് വാസ് അബ്സല്യൂട്ട്ലി നോട്ട് സെൽഫ് ഡിഫൻസ്. ഇത് അബ്സല്യൂട്ട്ലി ഒരു സെൽഫ് ഡിഫൻസ് അല്ല. ഇറ്റ് വാസ് എൻ ആക്ട് ഓഫ് അഗ്രഷൻ അഗൈൻസ്റ്റ് ദ നേഷൻ ഓഫ് ഇറാൻ. ഇറാൻ എന്ന നേഷനെതിരെ ഒരു അഗ്രഷൻ ആയിട്ടുള്ള ഒരു ആക്ട് ആണ്, അല്ലാതെ ഇത് സെൽഫ് ഡിഫൻസ് ആയിട്ട് ചെയ്തതല്ല എന്നാണ് ഇറാനിയൻ സ്പോക്ക് പേഴ്സൺ പറഞ്ഞിട്ടുള്ളത്. അതായത് എക്സിലുള്ള പോസ്റ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ, അതായത് സെൽഫ് ഡിഫൻസിന് വേണ്ടിയിട്ടാണ് US ഇതിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ആണ് US ഇപ്പോൾ, അതായത് ട്രംപ് ഇപ്പോൾ ഇതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രംപിന് ഇതല്ലാതെ മറ്റു മാർഗങ്ങളില്ല. കാരണം 50% കൂടുതൽ US സിറ്റിസൻസും US ഈ ഒരു വാറിൽ എൻഗേജ് ചെയ്തതിന് എതിരാണ്. അതിനുശേഷം ഇസ്രായേലിൽ നിന്നും ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇസ്രായേൽ വീണ്ടും ഇറാനെ അടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ആ സ്റ്റേറ്റ്മെന്റ് ആണിത്. ഇസ്രായേൽ പറഞ്ഞിട്ടുള്ളത്, ഇസ്രായേൽ ഈസ് മൂവിംഗ് ടുവേർഡ് a formal announcement that negotiation with Iran has failed, marking a definitive end to recent diplomatic efforts. അതായത് ഇസ്രായേലി മൂവ് ചെയ്യാൻ പോകുകയാണ്, ഒരു ഫോർമൽ അനൗൺസ്മെന്റ് നടത്താൻ പോവുകയാണ്. അതായത് ഇറാനുമായിട്ടുള്ള നെഗോസിയേഷൻസ് ഫെയിൽ ആണ്, അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിപ്ലോമാറ്റിക് എഫേർട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ്ലി എൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ് പറയാൻ പോകുന്നത് ഇസ്രായേലിൽ നിന്ന് വരുന്ന മറ്റൊരു റിപ്പോർട്ടാണ്. US has signaled it may allow
ഇസ്രായേൽ ടു ടാർഗറ്റ് ഇറാനിയൻ എനർജി ഇൻഫ്രാസ്ട്രക്ചർ. ഇറാനിയൻ ഇൻഫ്രാസ്ട്രക്ചറിന് ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി ഇസ്രായേലിന് ഒരു പെർമിഷൻ കൊടുക്കുമെന്നുള്ള ഒരു സിഗ്നൽ US-ന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടും ഇസ്രായേലിൽ നിന്ന് വന്നിട്ടുണ്ട്. അതായത് US-ഉം ഇസ്രായേലും എന്ത് ചെയ്യാൻ പോകുന്നുണ്ട്, ഇറാനെ അടിക്കാൻ പോകുന്നുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. ഇതിനൊക്കെ ശേഷം, കാരണം ഇത് നെതന്യാഹുവിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള കാര്യങ്ങളാണ്, US കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. നെതന്യാഹു പറഞ്ഞിട്ടുള്ള, അതായത് ഇസ്രായേൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, US പെർമിഷൻ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പെർമിഷൻ തരാൻ പോകുന്നുണ്ട്, ഞങ്ങൾ എന്തായാലും ഇറാനുമായിട്ടുള്ള നെഗോസിയേഷൻ ഒക്കെ ഫെയിൽ ആയി എന്ന് പറയാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പിന്നെ ട്രംപ് ആണ് വെറുതെ ഇരിക്കാൻ പറ്റും, എന്തെങ്കിലുമൊക്കെ പറയണ്ടേ. ട്രംപ് ആണ് പറഞ്ഞിട്ടുള്ളത് മിലിറ്ററി പ്ലാൻ, അതായത് പോസിബിൾ മിലിറ്ററി പ്ലാൻ അഗൈൻസ്റ്റ് ഇറാൻ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്, അതായത് ഒരു പോസിബിൾ മിലിറ്ററി പ്ലാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇറാനെതിരെ വരാൻ പോകുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളെ ട്രംപ് എന്നെ കണ്ണുരുട്ടി പേടിപ്പിച്ചിട്ടുണ്ടാവും, പിന്നെ പറയാതിരിക്കാൻ വേറെ വഴിയില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞിട്ടുണ്ടാവും ഞങ്ങൾ സഹായിക്കാം എന്നൊരു രീതിയിൽ. അതുപോലെ US-ൽ നിന്ന് വരുന്ന മറ്റൊരു റിപ്പോർട്ടാണ്, ദ ഇസ്രായേലി മിനിസ്ട്രി ഓഫ് ഡിഫൻസ് announced a massive logistic achievement, receiving approximately 6,500 tons of munition and military hardware within a single 24 hours period. 24 മണിക്കൂറിന്റെ ഉള്ളിൽ മിലിറ്ററി ഹാർഡ്വെയർ ആൻഡ് മ്യൂണിഷൻസ് ആയിട്ട് 6,500 ടൺസ്, അപ്രോക്സിമേറ്റ്ലി 6,500 ടൺസ് ആണ് കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവർ, അതായത് മാസീവ് മിലിറ്ററി റീസപ്ലൈ എന്നാണ് പറഞ്ഞത്. അതായത് ഇസ്രായേൽ എന്ത് ചെയ്യുന്നുണ്ട്, മിലിറ്ററി സപ്ലൈസ് എന്ത് ചെയ്യുന്നുണ്ട്, റീസപ്ലൈ ചെയ്യുന്നുണ്ട്. അതായത് 6,500 ടൺസ് വരെയുള്ള മിലിറ്ററി സപ്ലൈസ് ആണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് കാര്യങ്ങളൊക്കെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അടുത്ത അടിക്കുള്ള പരിപാടികൾ ഇവർ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി വരുന്ന ഒരു റിപ്പോർട്ടാണ്, 12 ഇഞ്ചുറീസ് എന്നാണ് പറഞ്ഞത്. അതായത് ഹെസ്ബുള്ളയുടെ ഡ്രോൺ അറ്റാക്കിൽ മിലിറ്ററി വെഹിക്കിൾ, ഇസ്രായേലിന്റെ മിലിറ്ററി വെഹിക്കിൾ പൊട്ടിയിട്ട് തീ പിടിച്ച് കത്തിയിട്ട് 12 പേർക്ക് ഇഞ്ചുറീസ്. മറ്റൊരു ന്യൂസ് വന്നിട്ടുള്ളതെന്ന് പറയുന്നത് ഇതേ ഇൻസിഡന്റ് ആണ്. ഈ ഇൻസിഡന്റിൽ ഏകദേശം 9 ഇസ്രായേലി തീവ്രവാദികൾ, അതായത് അവിടുത്തെ മിലിറ്ററി, അവർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടും വന്നിട്ടുണ്ട്. അതായത് ഇസ്രായേലി മിലിറ്ററി പറഞ്ഞിട്ടുള്ളത് 12 സോൾജേഴ്സ് ഹാവ് ബീൻ ഇഞ്ചുറി ഇൻ ഹെസ്ബുള്ളാസ് ഡ്രോൺ അറ്റാക്ക് ഓൺ ദി ആൾട്ടറി പൊസിഷൻ നിയർ ഷുമേറ, നോർത്ത് ഇസ്രായേലിൽ നടന്നിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണ്. പക്ഷേ ഇത് 2 റിപ്പോർട്ട്സ് ഉണ്ട്. ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് പറയുന്ന, മിലിറ്ററി പറയുന്ന കാര്യം എന്ന് പറയുന്നത് 12 പേർക്ക് ഇഞ്ചുറീസ് ഉണ്ട്. പക്ഷെങ്കിൽ മറ്റൊരു റിപ്പോർട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 9 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ്. അതുപോലുള്ള മറ്റൊരു ഇൻസിഡന്റ് ആണ് ഇത്. ഇസ്രായേലി മിലിറ്ററി പറഞ്ഞത് 2 ഇസ്രായേലി സോൾജേഴ്സ് ഇഞ്ചുറി ആയിട്ടുണ്ട് ഹെസ്ബുള്ളയുടെ അറ്റാക്ക് മൂലം. അത് ഇന്ന് നടന്നിട്ടുള്ള, ഫ്രൈഡേ നടന്നിട്ടുള്ള അറ്റാക്കിലാണ് ഈ കാര്യം നടന്നിട്ടുള്ളത്. അതായത് ഹെസ്ബുള്ള ഇൻ സദേൺ ലെബനൻ ഇൻ ദിസ് മോർണിംഗ് ആണ്, അതായത് ഇന്ന് രാവിലെ ഹെസ്ബുള്ള ഇൻ സദേൺ ലെബനനിൽ നടന്നിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണ്. ഈ 2 പേർക്ക് ഇഞ്ചുറീസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അത് ഇസ്രായേൽ പറയുന്നതാണ്, എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുമെന്നല്ല. കാരണം 2 പേർക്ക് ഇഞ്ചുറീസ്, എത്ര പേര് മരണപ്പെട്ടതൊന്നും പുറത്തു പറയുന്നില്ല. അപ്പോൾ ഇതുപോലുള്ള ഡ്രോൺ അറ്റാക്സിനെ ഭയന്നിട്ട് ഇസ്രായേൽ മിലിറ്ററി അവരുടെ വെഹിക്കിൾസ് ഒക്കെ കുറച്ച് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞുള്ള ഒരു വീഡിയോ, ആ വീഡിയോ ഒന്ന് കാണാം. കണ്ടില്ലേ, ഡ്രോൺ നെറ്റ് ഇട്ടതാണ്. അതായത് മോസ്റ്റ് മോഡേൺ ആർമി എന്നൊക്കെയല്ല ഇസ്രായേലിനെ പറ്റി പറയുന്നത്. അവരുടെ അവസ്ഥ കണ്ടില്ലേ, ഹെസ്ബുള്ളയുടെ ഡ്രോണിനെ പേടിച്ച് ഡ്രോൺ നെറ്റ് ഒക്കെ ഇട്ടിട്ടാണ് ഇപ്പോൾ ഇവർ വണ്ടി എടുത്തിട്ട് പോകുന്നത്. എന്ത് പറയാനാണ്. ഈ കാര്യങ്ങളൊക്കെ കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ വ്യക്തമാകുന്ന ഒരു കാര്യം, എപ്പം വേണമെങ്കിലും, ഏത് നിമിഷം വേണമെങ്കിലും ഇസ്രായേൽ ഇറാനെ അറ്റാക്ക് ചെയ്യാം. അതുപോലെ ഇറാന്റെ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ ഇറാൻ ആദ്യം പറയുന്നത് നമ്മൾ ഫുള്ളി പ്രിപ്പയർഡ് ആണ്, നമ്മൾ റെഡിയാണ്, ഒരു അറ്റാക്ക് ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ചടിക്കും എന്ന രീതിയിൽ തന്നെയാണ് ഇറാൻ ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഈ ഒരു കാര്യത്തിൽ മാറി നിൽക്കുന്നത് US ആണ്, ട്രംപാണ്. കാരണം ട്രംപിന് ഈ ഒരു യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ഓൾറെഡി അത്രയും കോസ്റ്റ് അവിടെ ചെലവായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കാനാണ് ട്രംപ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെങ്കിൽ ഒരു തരത്തിലും നെതന്യാഹു സമ്മതിക്കുന്നില്ല. അതുപോലെ ഇപ്പുറം നെഗോസിയേഷൻ ഇറാനുമായിട്ട് പോയി കഴിഞ്ഞാൽ ഇറാന് ഇവരുടെ US-ന്റെ യാതൊരു തരത്തിലുള്ള നെഗോസിയേഷനിലും, അതായത് പോയിന്റ്സിലും നിൽക്കുന്നില്ല. കാരണം ഒരു ഡീലും ഇറാനിന് പറ്റില്ല എന്നാണ് പറഞ്ഞത്. കാരണം US നോക്കുന്നത് അവരുടെ നാഷണൽ ഇൻട്രസ്റ്റ് ആണ്. അതായത് ഒന്നാമത് ട്രംപിനെ നാണം കെടുത്താൻ പാടില്ല. അപ്പൊ ആ രീതിയിലുള്ള ഒരു നെഗോസിയേഷൻസും ഡീൽസും ഒക്കെയാണ് അവർ വെക്കുന്നത്. എന്നാൽ അത് ഇറാന് പറ്റുകയും ചെയ്തില്ല. അപ്പോൾ നെഗോസിയേഷൻ ഇസ്രായേൽ പറഞ്ഞതുപോലെ ടോട്ടൽ ഫെയിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഫെയിൽ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഡിപ്ലോമാറ്റിക് എഫേർട്ട് ഫെയിൽ ആയി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുക വീണ്ടും ഒരു മിലിറ്ററി ആക്ഷൻ ആണ്.